ഈ രണ്ട് കളറിൽ എനിക്ക് ഏതാ മാച്ച് ആവുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലൊരു കളർ അങ്ങ് ചൂസ് ചെയ്യാം. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സാരീൻ്റെ ആ ഒരു ഫോളും നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു വീവിങ് സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ രസമുണ്ട്. 2 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ കസ്റ്റമറിനെ. 2 കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സെമി സിൽക്ക് സാരി, അതിനകത്ത് ബനാറസിയുടെ ഒരു വീവിങ് സ്റ്റൈൽ. എനിക്ക് ഇതിൻ്റെ കളേഴ്സ് ആട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഓറഞ്ച് ഷെയ്ഡ് ആൻഡ് ലെമൺ യെല്ലോ ടോണിൽ വന്നേക്കുന്ന 2 കളർ ടോൺ. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ് ഗോൾഡ്സ് ആട്ടോ, ലൈറ്റ് ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആൻഡ് ബോർഡറിൽ ഒരു ബനാറസിയുടെ തന്നെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സിൽവർ സെറിയ കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തും സിൽവറും ഓറഞ്ച് ഷെയ്ഡിനകത്ത് ലൈറ്റ് ഗോൾഡും ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ത്രൂ ഔട്ട് ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആൻഡ് പല്ലുവിൻ്റെ പോർഷനും റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം റണ്ണിങ്ങിൽ വന്നിട്ട് ബൂട്ടാസ്, ബനാറസിയുടെ തന്നെ ബൂട്ടാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കളറിൽ ഞാൻ ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാരീസിൻ്റെ ആ ഒരു കളറും ആ ഒരു ഫോളും ഭയങ്കര ഈസി ആട്ടോ, വെയർ ചെയ്യാൻ ഭയങ്കര ഈസി ടു ഡ്രേപ്പ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. ആൻഡ് നമുക്കൊരു 5-10 മിനിറ്റ്സിനുള്ളിൽ വെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ലുക്കിന് പറ്റുന്ന പെർഫെക്റ്റ് ലുക്കാണ്, പെർഫെക്റ്റ് സാരി. അപ്പോൾ നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വന്നേക്കുന്നത് ഓറഞ്ച് ഷെയ്ഡ്. ഓറഞ്ചും എല്ലാവർക്കും മാച്ച് ആകുന്ന കളർ പാലറ്റ്, എനിക്കും മാച്ച് ആവും കേട്ടോ. എനിക്ക് ഓറഞ്ച് ഷെയ്ഡ് പേഴ്സണലി ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഈ കളറാണോ എനിക്ക് മാച്ച് ആവുന്നത്, അങ്ങനെ ഉടുത്തേക്കുന്ന ആ ഒരു കളർ ടോണാണോ മാച്ച് ആവുന്നതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുമ്പം താട്ടോ ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന സെമി സിൽക്ക്. അതിനകത്ത് ബനാറസിയുടെ കുഞ്ഞു ഫ്ലോറൽ ബൂട്ടാസാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സൈഡൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്ന ബൂട്ടാസ്. ആൻഡ് ഇതിനകത്തും സെയിം സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. എനിക്ക് ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ലൈറ്റർ ഷെയ്ഡ്സിൽ വരുന്ന ക്രീം ഷെയ്ഡിലൊക്കെ വരുന്ന ഓഫ് വൈറ്റിലൊക്കെ വരുന്ന ബ്ലൗസ് ആയിരിക്കും ഇതിന് കൂടുതൽ മാച്ച് ആവുന്നതെന്ന് തോന്നുന്നു ഓറഞ്ചിൻ്റെ കൂടെ. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ് ഗോൾഡ് എനിക്ക് സിൽവർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ലൈറ്റിൽ സിൽവർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡ് ആയിരിക്കും കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് പല്ലു ഷോർട്ടായിട്ട് പല്ലു അല്ല ഇതിൽ സിൽവർ സെറി ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഗോൾഡ് എല്ലാം സിൽവർ സെറി തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഷോർട്ടായിട്ട് വന്നേക്കുന്ന ഒരു പല്ലു ഡീറ്റെയിലിംഗ്, ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വീവ് ചെയ്തെടുത്തേക്കുന്നത്. AGSൻ്റെ കോഡ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സാരീസ് AGS 101 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3499. നമുക്കൊരു വെഡ്ഡിങ്ങിന് പറ്റുന്ന ഒരു പെർഫെക്റ്റ് ലുക്ക്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. വീഡിയോ എടുക്കുവാണോ? ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബ്രൈഡിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്, ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാം. ഈ കൊടുത്തേക്കുന്ന സാരി നല്ല രസമുണ്ട് കാണാൻ. ഇത് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യെസ്, അതിനകത്ത് ആ പോപ്പപ്പ് കളേഴ്സും നല്ല രസമുണ്ട്. ആ ബോർഡറിലെ ലോ ബോർഡർ മാത്രം ആ ഒരു വൈറ്റ് ടോൺ വന്നേക്കുന്നത്. ഇതിന്റെ 3 ഷെയ്ഡ്സ് എൻ്റെ ഫേവറേറ്റ് കളർ ഞാൻ എടുത്തു. യെസ്, നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. അതൊരു ചന്ദേരി ബേസിനകത്ത് ട്രഡീഷണൽ പവർലൂം ബേസ്ഡ് ആയിട്ടുള്ള മംഗൾഗിരി ബോർഡേഴ്സ് അല്ലേ. ആൻഡ് ബോഡിയിൽ വന്നിരിക്കുന്ന പ്രിന്റും എനിക്ക് കളർ കോമ്പിനേഷൻ കൊണ്ടാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സട്ടിൽ ലുക്കിനകത്ത് പോപ്പപ്സ് ആയിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാത്തിനകത്തും അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത് തോന്നുന്നു അല്ലേ. അതെ, സെയിം ലുക്ക് പല കളർ പാലറ്റിനകത്തായിട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ വന്നേക്കുന്ന ഒരു ചിക്കു ബേസിനകത്ത് അല്ലേ. ചിക്കു ബേസിനകത്ത് കുറച്ചുകൂടെ ഗ്രീൻ ടിന്റ്, ചിക്കുവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഗ്രീനിഷ് ഒരു കിവിക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ. ചിക്കുവിനകത്ത് ഇച്ചിരി കൂടെ ഒരു ഗ്രീൻ ടോൺ വന്നതുപോലത്തെ ഉള്ള ഒരു ഷെയ്ഡാണ്. അപ്പം ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ പ്ലീറ്റിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ആ സാരി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേൺ ആണ്. നെഗറ്റീവിൻ്റെയും കളേർഡിൻ്റെയും പോപ്പപ്സ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സോഫ്റ്റ് ഫീലാണ് അല്ലേ. ഭയങ്കര ലുക്ക് വൈസും മെറ്റീരിയൽ വൈസും രണ്ടും ആ ഒരു സോഫ്റ്റ് ഫീലിൽ തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. ആ മുഖത്ത് അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ പൊതുവേ നമ്മൾ ഡെയിലി വെയർ സാരീസ് ഉടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഫങ്ഷൻ വെയർ ആയിട്ട് റെയർ ആയിട്ട് ഉടുക്കുന്നവരാണെങ്കിലും ഡെയിലി വെയർ ആയിട്ട് ഉടുക്കുന്നവരാണെങ്കിലും കംഫർട്ടബിൾ ആയിരിക്കണം, ഫ്രീ ഓഫ് മൂവ്മെന്റ് ആയിരിക്കണം. ഫ്രീ ടു മൂവ് അബൌട്ട്, നമുക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റണം.
ബിക്കോസ് പിള്ളേരുള്ളെങ്കിൽ കൂടെ കൊണ്ടുപോകണം, പിന്നെ സീനിയേഴ്സ് അമ്മമാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. എന്നാൽ ഞാൻ എൻ്റെ സ്റ്റൈലൊട്ടും കുറയ്ക്കാനും പാടില്ല. ഈ ഫാക്ടേഴ്സ് എല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷനാണ്. LP എന്ന കോഡിലാണെന്ന് തോന്നുന്നത്. 168, 9 and 70 3 കോഡ്സിനകത്ത് 3399 റേഞ്ചിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ. സിൽക്ക് ചന്തേരിയാണ്. സിൽക്ക് ചന്തേരിക്കകത്ത് മംഗൾഗിരി ബോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്, പ്രിന്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പം നെക്സ്റ്റ് ഓപ്ഷനും കൂടെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ചിഷ് പീച്ച് ടോൺ. എൻ്റെ മുഖത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? ട്രോൾ ചെയ്യാനായിട്ടും കസ്റ്റമേഴ്സിന് അനുവാദം ഉണ്ട് കേട്ടോ. നല്ല ഞാൻ ഇങ്ങനത്തെ പറയുന്നത് ഡയലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യുക. ആൻഡ് സോളിഡ് ബ്ലൗസ് ആണ്. സോളിഡ് ബ്ലൗസിനകത്ത് ആ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഈ ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ കേരള സാരിയുടെ ഒക്കെ കൂടെ. അതെ, നല്ല കളർ. കാരണം ഇങ്ങനത്തെ കളേഴ്സ് നമ്മൾ അല്ലാണ്ട് ഫാബ്രിക് ആയിട്ട് പോയി എടുക്കുമ്പോഴേ ഈ ഒരു ലുക്കിൽ ഈ ഒരു ഷെയ്ഡിൽ കിട്ടാറില്ല. ആൻഡ് ഇതിനകത്ത് വന്നേക്കുന്ന പോപ്പപ്സ് വന്നേക്കുന്നത് പിങ്കും ഒരു ബ്രൗണും. ഇതിനകത്ത് ആക്ച്വലി ആ ഒരു ചിക്കു ബ്രൗണിന്റെ കളർ എന്ന് വേണമെങ്കിൽ ഇതാണ് ഏകദേശം ബ്രൗൺ ടോൺ, കിവി ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടോണിലാണ് ഇത് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. ഗൗരി തന്നെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാം ഡ്രേപ്ഡ് ഫോട്ടോസ് നമുക്ക് വെബ്സൈറ്റിലുണ്ടാവും. എല്ലാം ഒരേ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് തന്നെയാണ്. അതിൻ്റെ കളർ പാലറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് ഒരു ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. ബോർഡർ ആണ്, അതും നമുക്ക് വെറി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പം ഈവൻ നമുക്കൊരു കസിൻ്റെ വെഡ്ഡിങ്ങിന് പോകണമെങ്കിലും ഉടുത്തോണ്ട് പോകാൻ നല്ലൊരു ഓപ്ഷനാണ്. ബിക്കോസ് നമ്മളെല്ലാവരും പറയും വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ട് ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഒരു ചെറിയ കശവുണ്ടെങ്കിൽ ആ ഒരു കംഫോർട്ട് സോൺ നല്ലതായിരുന്നു എന്ന് പറയാറുണ്ട്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. ഇതൊരു ടർക്കോയിഷ്, വീഡിയോക്കകത്ത് കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. ഇതൊരു ടർക്കോയിഷ് ടീൽ കളറാണ്. ടീൽ കളറിനകത്ത് ഓറഞ്ച് കോമ്പിനേഷൻ, പിങ്കിഷ് ഓറഞ്ച് ഷെയ്ഡാണ് അല്ലേ? ആ ഷെയ്ഡിന്റെ കൂടെ മേർജ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വീഡിയോക്കകത്തും കാണുമായിരിക്കും. ഒരു പീച്ചും പിങ്കും കൂടെ ചേർന്ന ടോണാണ് തോന്നുന്നത്. ഇതിനകത്തും ആ ഒരു പിങ്ക് ടോൺ അല്ലേ? ടീല് വന്നപ്പം അതിനൊരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇൻ കേസ് ആർക്കെങ്കിലും മൾട്ടിപ്പിൾ പീസസ് വേണമെന്നുണ്ടെങ്കിൽ 45 to 2 months ടൈം ഫ്രെയിം വേണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ സാരി വന്നതിന് ശേഷം ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് സ്റ്റോറിൽ വരുമ്പോൾ നമ്മളെ കാണുന്നില്ല എന്നുള്ളത്. എന്താണ് കാരണം? ഫീഡ്ബാക്ക് അല്ല, ഫീഡിനകത്ത് വരാത്തതാണ്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നത്. വേറെ ഒന്നുമല്ല, പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അൽഗോരിതം അനുസരിച്ച് കാണിക്കില്ല. അതെ, നമ്മളുടെ ഇൻട്രാക്ഷൻസ് വെച്ചിട്ടുള്ള ഫീഡ്സ് ആണ് നമുക്ക് വരുന്നത്, നമ്മളുടെ പേഴ്സണൽ ഫീഡ്സിൻ്റെ അകത്ത് കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വീണ്ടും കാണാം ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ ഈ സാരീസ് ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ആംപിറ്റ് പാഡ്സ് യൂസ് ചെയ്ത് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. ഒത്തിരി ടൈറ്റായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം ചെറിയ വാഷിംഗ് ശ്രിങ്കേജസ് ഉള്ള ഫാബ്രിക്കാണ് ചന്തേരി. നമ്മൾ ഓരോ ഫാബ്രിക്കിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനെ കമ്പയർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ഒരു കംഫർട്ടും വേറൊരു ഫാബ്രിക്കിന് കിട്ടത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. കുറച്ച് പ്രിക്കോഷൻസ് എടുത്ത് സ്റ്റിച്ചിങ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ആ വെബ്സൈറ്റ് www.aham.store. അല്ലെങ്കിൽ നേരെ ഇങ്ങ് പോരെ ട്രിവാൻഡ്രത്ത് ശാസ്ത്രമംഗലത്ത് ശങ്കർ റോഡിലുള്ള നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ, അല്ലെങ്കിൽ കോട്ടയത്ത് കലയാളിപ്പറമ്പിൽ ഇല്ലിത്തൊണ്ടിൻ്റെ അടുത്തുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ, ഇല്ലെങ്കിൽ കൂത്താട്ടുകുളത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി ഉപ്പുകണ്ടത്തുള്ള നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ. പാട്ട്ലി സാരീസ്, അപ്പർ ദാവണി പോർഷൻ, ദാവണി ഉടുത്തോലിരിക്കുന്ന ടൈപ്പ് ഓഫ് സാരീസ്, അതിനല്ലേ നമ്മൾ പാട്ട്ലി സാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദാവണി പോർഷനിൽ ഇതുപോലെ ബ്ലാക്ക് ഷെയ്ഡിലും പ്ലീറ്റിൻ്റെ പോർഷനിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്ലീറ്റിൻ്റെ പോർഷൻ വന്നിട്ട് അതിലെല്ലാം ഗോൾഡൻ സെറി വീറ്റ് വോവൺ ആയിട്ട് വരുന്ന ഡിസൈൻ ഡീറ്റെയിലിംഗ്, നല്ല ഗ്രാൻഡായിട്ട് വരുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് സെയിം കളർ ടോണിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ. ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള സാരിയാണ്. പ്രീമിയം കാറ്റഗറി വരുന്ന സാരിയാണ്. പാട്ട്ലി സാരീസ് എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ ശരിക്കും ഒരു ഹാഫ് സാരി ഉടുത്ത പോലെ ആയിരിക്കും അത് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് TT124 ആണ് പ്രോഡക്റ്റ് കോഡ്. 11,499 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇതാ ഞാനൊന്ന് എഴുന്നേറ്റൊന്ന് കാണിക്കാം. ഇത് ശരിക്കും ഒരു ഹാഫ് സാരി വെയർ ചെയ്തേക്കുന്ന പോലെ ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന സാരിയുടെ കളക്ഷനാണ്. ഇതാ ഇങ്ങനെയാണ് പല്ലു ഡീറ്റെയിലിംഗ് വരുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ, സിൽവർ ആൻഡ് ഗോൾഡൻ സെറി
വിത്ത് ത്രെഡ് വോവൺ ആയിട്ട് വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് സൈഡ് വരുന്നത്. ത്രെഡ് വോവൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്, സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു കളർ ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ നല്ലൊരു ബ്രൈറ്റർ കോമ്പിനേഷൻ, ഗ്രീൻ ആൻഡ് മെജന്ത പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് ഈ സ്ട്രൈപ്പ് പോർഷൻ വന്നേക്കുന്നത് മെജന്ത പിങ്കിലും, അതായത് ആ ധാവണി വന്നേക്കുന്നത്. ഇതിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ആ ഒരു സെയിം കളർ ടോൺ ആയതുകൊണ്ട്, മെറൂൺ കോഫി ബ്രൗൺ ഒക്കെ ആയതുകൊണ്ട് അത്ര പ്രോമിനൻ്റ് ആയിട്ട് ആ പല്ലു ഡിഫറെൻറ്റ് ഷെയ്ഡിലായിട്ട് കാണുന്നില്ല. ഇതിൽ അത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഗ്രീൻ കളറിലുള്ള പല്ലുവിൽ സിൽവർ സെറി വോവണായിട്ട് വരുന്ന ഡിസൈൻ ഡീറ്റെയിലിംഗ്, ഇതുപോലെ ഫുള്ളായിട്ട് സ്ട്രൈപ്പ് പാറ്റേൺ, അതും സിൽവർ കളറിലാണ് സ്ട്രൈപ്സ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു പ്ലീറ്റിൻ്റെ പോർഷൻ വന്നേക്കുന്നുണ്ടോ, നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ സിൽവർ കളറിൽ സിൽവറിൽ വോവണായിട്ട് വരുന്ന ഡിസൈൻ പാറ്റേൺ. ആൻഡ് ഇത് നമ്മൾ ഉടുക്കുമ്പോഴൊക്കെ നല്ല ഡിഫറൻസ് ആണ് കേട്ടോ. അതായത് കണ്ടോ, ഇത് ബ്ലൗസ് പെയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ബ്ലൗസ് അല്ല, ഇത് സാരിയാണ്. സാരിയുടെ ബാക്ക് പോർഷനിൽ വരുമ്പം ഇതുപോലെ ഈ ഒരു സ്ട്രൈപ്സ് വരും. എന്നിട്ട് പ്ലീറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ദാവടി പോർഷനും ഫുള്ളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത് രണ്ടും TT കോഡിലാണ് ഈ പ്രോഡക്റ്റ്സ് രണ്ടും വന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് TT226 T226 11,499 റേഞ്ചിൽ വരുന്ന പ്രീമിയം കാറ്റഗറി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് സാധാരണ സാരീസൊക്കെ കാണുന്നതിൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരിയുടെ ലുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ടു ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.com.